ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് പലതരം കറികളാട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ മാങ്ങ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ, ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്നുണ്ട്. അപ്പോൾ മാങ്ങ നമുക്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കറികളാണ് തയ്യാറാക്കി എടുക്കുന്നത്. വെറൈറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ആദ്യത്തെ കറി റെഡിയാക്കാനായിട്ട് ഞാൻ 3 മാങ്ങയായിട്ടോ എടുക്കുന്നത്. ആ മാങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് എടുക്കണം കേട്ടോ. ഇത് നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ കൂടി പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ദാ ഇതേപോലത്തെ മാങ്ങ കേട്ടോ. ആ മാങ്ങ നിലത്ത് വീണപ്പോൾ പൊട്ടിപ്പോയതാണ്. പിന്നെ ദാ മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതേപോലെ കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയല്ലേ, അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് അല്ലേ. അപ്പോൾ ദാ കത്തിക്ക് നല്ല മൂർച്ച കേട്ടോ, നല്ലോണം മൂർച്ചയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തോല അത്യാവശ്യം നല്ല കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര വേണം. ഞാൻ 2 ഉണ്ട ശർക്കര, 3 മാങ്ങയ്ക്ക് 2 ഉണ്ട ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ ഒരു പിടിയോളം വരുന്ന പുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 2 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടി വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 1 ഇഞ്ച് ചെറുതായിട്ട് കട്ടാക്കിയത് അതും ചേർത്ത് കൊടുത്താൽ 1 തണ്ട് കറിവേപ്പിലയും 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു പച്ചച്ചുവ പോകോളം, ഇഞ്ചിയൊക്കെ നല്ലോണം അതിലെ വെള്ളമൊക്കെ പോകോളം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് വേണമെങ്കിൽ കൂടുതലൊക്കെ കുറച്ചുകൂടി വേണമെങ്കിൽ 3 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങ ചെറുതാക്കി കട്ടാക്കിയത് അതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മാങ്ങ കൊണ്ടുള്ള ഒരു പുളിയിഞ്ചിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പുറത്ത് വയ്ക്കാം ഒരാഴ്ചയോളം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെച്ചിട്ട് യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് ഉപ്പാണ്, കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മളിവിടെ നേരത്തെ ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ പുളി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ബാക്കി കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുഴുവൻ ശർക്കരയും പാനിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ആ രീതിയിലൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചാറ് കൂട്ടുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ കിടന്നൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് ഇതേപോലെ ഒന്ന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി, കൂടുതൽ ചേർക്കണ്ട കേട്ടോ. നമ്മൾ അച്ചാറിനൊക്കെ ചേർക്കുന്ന പോലെ കുറേ ചേർക്കണ്ട. അച്ചാറിന് നമ്മൾ 1 ടീസ്പൂൺ 1.5 ടീസ്പൂണൊക്കെ ചേർക്കുമല്ലോ, അത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ നന്നായിട്ട് വറ്റി ഇതുപോലെയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങളിത് ഏതെങ്കിലും ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ മതി കേട്ടോ. ഇത് കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. അത് നെയ്ച്ചോറ്, ബിരിയാണി എന്തിൻ്റെ ഒപ്പം നമുക്ക് സൈഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ ആറി വന്ന സമയത്ത് കണ്ടോ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുന്നത് ഇഷ്ടം പോലെ കിട്ടും. ഇപ്പോൾ ആ സമയത്ത് നിങ്ങളിതുപോലെ റെഡിയാക്കി വെച്ചോ. അപ്പോൾ മാങ്ങയുടെ കാലം കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ മാങ്ങ പുളിയിഞ്ചി നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അടുത്ത റെസിപ്പി നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചോറിനൊക്കെ ഒഴിച്ച് കറിയാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ചക്കക്കുരു ആദ്യം വേവിച്ചെടുക്കണം. ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു വേഗൂല, ഹാർഡായി പോകും. അതുകൊണ്ടാണ് ചക്കക്കുരു ആദ്യം ഇട്ട് വേവിക്കുന്നത്. കുക്കറിൽ ഒരു 2 വിസിൽ വരുമ്പോൾ തന്നെ ചക്കക്കുരു വെന്ത് കിട്ടും. 1 തണ്ട് കറിവേപ്പില, ഒരു 3 പച്ചമുളകും ചേർത്തിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരവ് തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകവും കുറച്ച് തേങ്ങയുടെ കൊത്തും എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു അരമുറി തേങ്ങ എടുത്തത്, 2 ഉള്ളിയും കൂടി ചേർത്തിട്ട് കുറച്ച് ഒന്ന് ക്രഷ് ചെയ്യുക. എന്നിട്ട് കുറച്ച് ലേശം വെള്ളം കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. 2 വിസിലായപ്പോൾ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ ചോപ്പ് കളഞ്ഞിട്ടില്ല കേട്ടോ, ചുവന്ന തോലില്ല കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ മതിയേ.
കളയരുതെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുള്ളൂ കേട്ടോ. ഞാനിത് കളയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കളയാതിരുന്നത്. പിന്നെ ഇതാ മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചക്കക്കുരു നന്നായിട്ട് വെന്ത് ഉടയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞാൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ, അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങതേ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഈ വെന്തത് ഇങ്ങനെ ഞെക്കി കാണിക്കാൻ പറ്റാത്ത, കയ്യിലെടുക്കാൻ പറ്റുന്നത്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചു കറിയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടുമല്ലേ, ചക്കയും മാങ്ങയുടെ ഒക്കെ ഒരു കാലമല്ലേ ഇപ്പോൾ. ഇനി ഇതിലേക്ക് ആ അരവ് കൂടെ ചേർത്ത് അതിലേക്ക് കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം പാട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലോണം കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിക്കൊള്ളു, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഇതിവിടെ നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുക് പൊട്ടിക്കുക. ഞാൻ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വറവ് തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ കറി തിളച്ച് പോകരുത്, ഇട്ട് കുറേ തിളപ്പിക്കരുത്. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ റെഡിയായി കിട്ടിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഒരു വലിയൊരു മാങ്ങയാണ് കേട്ടോ. ഈ ഒരു മാങ്ങ കൊണ്ട് നമ്മൾ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചമാങ്ങ രസം സൂപ്പർ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ മാങ്ങാക്കാലത്ത് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ തോലിങ്ങനെ പച്ച കളറാണെങ്കിലും ഉള്ളിൽ ചെറിയൊരു കളർ ഉണ്ടാവും, മഞ്ഞ. അധികം മാങ്ങ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ മാങ്ങ അത്യാവശ്യം പുളി ഉണ്ടാവും കേട്ടോ. നമ്മളിത് ഈ കളർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് പുളി ഇല്ലാതിരിക്കില്ല. ഇപ്പോൾ എടുത്ത എല്ലാ മാങ്ങയ്ക്കും പുളിയുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കൊത്തി നുറുക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വലിയ മാങ്ങ ആയതുകൊണ്ട് ഇങ്ങനെ കട്ടാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ പുതിയ കത്തിയും കൂടി ആയതുകൊണ്ടേ കയ്യിൽ തട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എപ്പോഴും കയ്യിൽ തട്ടലുണ്ട്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇങ്ങനെ കൊത്തി നുറുക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ടാക്കി എടുത്തത്. ഇപ്പോൾ അത് ക്ലീൻ ചെയ്ത് അങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ കുറേ കാലം നമുക്ക് കത്തി അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി രസത്തിനായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന കുരുമുളകും 1 ടീസ്പൂൺ വരുന്ന ചെറിയ ജീരകവും കൂടി ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, 5-6 വെളുത്തുള്ളി, ഒരു വറ്റൽമുളക്, 2-3 ചെറിയ ഉള്ളി, കറിവേപ്പില. നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് ക്രഷാക്കണ്ട, ബാക്കി എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടൊന്ന് ക്രഷാക്കി എടുക്കുക. ഇപ്പോൾ വരുന്ന ചെറിയുള്ളി അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ. ക്ലീൻ ചെയ്യാൻ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പമാണ്, തോലൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ്. ചെറിയുള്ളി അത്യാവശ്യം വലിപ്പത്തിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പാട് നന്നായിട്ട് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂണോളം വരുന്ന കടുക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ക്രഷാക്കി വെച്ച ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ 3 കറികളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് താഴ്ത്ത അറിയിക്കാൻ, കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വരുന്ന മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറിയ ജീരകവും കുരുമുളകും ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ആ പൊടികളുടെ ആ പച്ചക്കുത്തൊന്ന് പോകുകയോളം ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കട്ടാക്കി വെച്ചിട്ടുള്ള മാങ്ങയില്ലേ, അതിൽ നിന്ന് ഫുള്ള് മാങ്ങ ഞാൻ എടുക്കുന്നില്ല, ഒരു ചെറിയൊരു പോർഷൻ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അത് വീഡിയോ എടുത്തിട്ടില്ല, ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വെച്ചത്. പിന്നെ ഇത് മാങ്ങ ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ മാങ്ങയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല, വെറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ചെറിയൊരു കഷ്ണം മാങ്ങ അടിയാതെ കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ രസം ഇവിടെ റെഡിയാണ്.
അടിപൊളിയായ ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഏത് റെസിപ്പിയാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും.